السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا മുഹമ്മദ്. ഒരു മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്ന സമയം അത് സുജൂദ് ചെയ്യുമ്പോഴാണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുജൂദിൽ വെച്ച് നടത്തുന്ന പ്രാർത്ഥനകൾ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഇജാബത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു അവസരമാണ്. സുജൂദിന് ധാരാളം മഹത്വങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സുജൂദ് ചെയ്യുമ്പോൾ നിലത്ത് സ്പർശിച്ച തട്ടിയ ആ അവയവങ്ങൾ, ആ സ്ഥലങ്ങൾ ഒരിക്കലും നരകത്തിൽ കടക്കുകയില്ല, നരകത്തെ തൊട്ട് അതിന് ഹറാമാക്കപ്പെടും, മാറ്റി നിർത്തപ്പെടുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പല സ്വഹാബത്തിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം സുജൂദ് വർദ്ധിപ്പിക്കാൻ അഥവാ സുന്നത്താ നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചതായും ഹദീസുകളിൽ കാണാൻ കഴിയും. സ്വർഗത്തിൽ കടക്കുക എന്നുള്ള ഏറ്റവും വലിയ മഹത്വം, അതോടൊപ്പം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട സഹാബിയോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഫഅഇന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്, നിങ്ങൾ ധാരാളം സുജൂദ് ചെയ്തുകൊണ്ട് സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം, ആ ഉന്നതമായ സ്ഥാനം ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ചു തരാമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ സുജൂദിന് എത്രയോ മഹത്വങ്ങളുണ്ട്. ആ അത്രക്കും വലിയ മഹത്വമുള്ള ആ സുജൂദിൽ കടന്നുകൊണ്ട് നമ്മുടെ ഇഹപര ആവശ്യങ്ങൾ റബ്ബിനോട് നിസ്കാരം ബാത്തുലാവാത്ത രൂപത്തിൽ നമുക്ക് അവതരിപ്പിക്കാൻ സാധിച്ചാൽ തീർച്ചയായും ആ ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ കടന്നുകൊണ്ട് ധാരാളം പ്രാർത്ഥനകൾ നടത്തിയതായി നിരവധി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അത്തരം ഒരു ഹദീസാണ് മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഫീ സുജൂദിഹി, അവിടുന്ന് സുജൂദിൽ കടന്നുകൊണ്ട് പറയുമായിരുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദംബി കുല്ലഹു, അല്ലാഹുവേ എൻ്റെ എല്ലാ പാപങ്ങളും എനിക്ക് നീ വിട്ടുവീഴ്ച ചെയ്യണമേ, പൊരുത്തപ്പെട്ടു തരണമേ, പുറത്തു തരണമേ. ദിഖ്ഖഹു വ ജില്ലഹു, ചെറുതും വലുതുമായത്, വ അവ്വലഹു വ ആഖിറഹു, എന്ന് ആദ്യം സംഭവിച്ചതും അതിനുശേഷം സംഭവിച്ചതും, അതുപോലെ തന്നെ വ അലാനിയതുഹു വ സിർറഹു, രഹസ്യമായി സംഭവിച്ചത് പരസ്യമായി സംഭവിച്ചത്, ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ പാവങ്ങളും പൂർണ്ണമായും എനിക്ക് നീ മാപ്പ് നൽകണമെന്ന അർത്ഥത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഒരിക്കലും തെറ്റ് ചെയ്തിട്ടല്ല, അള്ളാഹു നൽകിയ ഏറ്റവും വലിയ നിഅമത്തുകൾക്ക് നന്ദി എന്നോണം അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടെയാണ് അവിടുന്ന് ഈ പ്രാർത്ഥന നടത്തിയത്. നമുക്കതിൽ വലിയ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ പാപികളാകുന്ന നമുക്ക് അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്ന സമയമാകുന്ന സുജൂദിൽ വെച്ചുകൊണ്ട് റബ്ബിനോട് മനസ്സറിഞ്ഞ് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് നടത്താൻ പറ്റിയ പ്രാർത്ഥന, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പാപങ്ങളും അവൻ്റെ മഹദ് ഫള് കൊണ്ട് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നമുക്ക് മാപ്പ് നൽകി മനസ്സും ശരീരവും ശുദ്ധിയായ നിലക്ക് വിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഷരീഫിനെ വരവേൽക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.